ലഞ്ച് ടൈം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വിച്ചാണ്. ബ്രെഡും പഴവും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പ്യൂർ ഗീ ഒഴിച്ചു കൊടുക്കണം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ബ്രോക്കൺ കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കോക്കനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറിയാൽ ഇതിലോട്ട് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു 1/4 സ്പൂണ് കറുവപ്പട്ട പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മൊരിപ്പിച്ചെടുക്കുക. കോക്കനട്ട് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഴം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസ് ബനാനയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി കോക്കനട്ട് മിക്സും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. കോക്കനട്ടൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പഴം ഇവിടെ ശരിക്കും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമുള്ളതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പ്യൂർ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. കുറച്ചൊരു ലൂസി ടൈപ്പ് ആയിരിക്കണം. ഇനി ഈ ഫില്ലിങ് നമുക്ക് ബ്രെഡിൽ സ്റ്റഫ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 സ്ലൈസസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഈ ഒരു സൈഡ്സ് വേസ്റ്റായി പോവാതിരിക്കാനായിട്ട് നമ്മളിതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ അരികും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ബ്രെഡ് എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഓരോ ബ്രെഡായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഫില്ലിങ് കൂടി പോയാൽ ബ്രെഡ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബ്രെഡിൻ്റെ ഹാഫ് പോർഷനിൽ ഇതുപോലെ മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഇവിടെ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട, 1/4 സ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് മിൽക്ക്, 1.5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഫില്ലിങ് ഓൾറെഡി മധുരമുള്ളതായതുകൊണ്ട് ഇത്രയും ഷുഗർ മതിയാവും. ഇനി മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഷുഗർ ഇടും.
അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ.